ആ കുഞ്ഞിനെ കണ്ടപ്പോൾ സഹിക്കാനായില്ല. രക്ഷിക്കാൻ കരൾ ദാനം ചെയ്തു. അതുകാരണം യുവതിക്ക് സംഭവിച്ചത് ആരെയും കണ്ണീരിലാഴ്ത്തും. വീടില്ലാതെയായി, ജീവിതം വഴിമുട്ടി. എങ്കിലും സങ്കടമില്ല, ഞാൻ ചെയ്തത് വലിയ പുണ്യമാണ്. ആ കുഞ്ഞിപ്പോഴും ആരോഗ്യത്തോടെയുണ്ടല്ലോ. കണ്ണീർ തുടച്ച് പൂജപ്പുര തമ്മലം സ്വദേശി ശ്രീരഞ്ജിനി പറയുന്നു. 9 വർഷം മുമ്പ് ആശാ വർക്കറായിരിക്കെ അങ്കണവാടിയിൽ തുള്ളിമരുന്ന് നൽകാൻ പോയതാണ്. 10 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് അമ്മയുടെ മടിയിലിരുന്ന് മുലപ്പാൽ പോലും ഇറക്കാനാവാതെ കരയുന്നു. കുഞ്ഞിന്റെ അമ്മ ദയനീയാവസ്ഥ പറഞ്ഞു. കടുത്ത കരൾ രോഗമാണ്, മാറ്റിവെച്ചാലേ രക്ഷപ്പെടൂ. അവൾക്ക് സൗജന്യമായി കരൾ പകുത്തു നൽകാൻ ശ്രീരഞ്ജിനി അവിടെ വെച്ച് തീരുമാനമെടുത്തു. പക്ഷേ സ്വന്തം കുടുംബം എതിർത്തു. ഇറക്കിവിടുമെന്ന് ഭീഷണി. എങ്കിലും ഉറച്ചു നിന്നു. സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. പുറത്തു വന്നപ്പോൾ അപരിചിതർ ചേർത്തു പിടിച്ചുവെങ്കിലും ഭർത്താവും ആൺമക്കളും തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് സ്വന്തം കൂര വിട്ട് വട്ടിയൂർക്കാവിലെ വാടക വീട്ടിലേക്ക് മാറി. ഒപ്പം നിന്നവരും പിന്നെ അന്വേഷിക്കാതെയായി. കൂലിപ്പണി ചെയ്തു, മരച്ചീനി കച്ചവടം നടത്തി. ഇതിനിടെ വട്ടിയൂർക്കാവ് അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ താൽക്കാലിക അറ്റൻഡറുടെ ജോലി കിട്ടി. 10,000 രൂപയാണ് വേതനം. ഇത് വീട്ടുവാടകയ്ക്കും ഭക്ഷണത്തിനും മരുന്നിനും തികയുന്നില്ല. ലൈഫിൽ അനുവദിച്ചു കിട്ടിയ വീട് ബേസ്മെന്റിൽ കിടക്കുന്നു. വട്ടിയൂർക്കാവിൽ 3 സെന്റ് വാങ്ങിയത് ലൈഫ് ഗഡുവും ബാങ്ക് ലോണും 2 ലക്ഷം രൂപ കടവുമെടുത്താണ്. 1 വർഷം മുൻപ് നിർമ്മിച്ച ബേസ്മെന്റിൽ ഒരാൾ പൊക്കത്തിൽ കാട് വളർന്നിരിക്കുകയാണ്. അഹങ്കാരം കൊണ്ടാണ് ഈ ഗതി വന്നതെന്ന് പറയുന്നവരുണ്ടെന്ന് ശ്രീരഞ്ജിനി പറയുന്നു. ആരുടെ ആയുസ്സിനും ഉറപ്പില്ലെന്ന് അവർ ഓർക്കുന്നില്ലല്ലോ. പട്ടിണി കിടക്കുന്ന ദിവസങ്ങളുണ്ട്. വീടെങ്കിലും പൂർത്തിയാക്കാനായിരുന്നുവെങ്കിൽ ശ്രീരഞ്ജിനി ആഗ്രഹിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.